വാട്സ്ആപ്പ് യൂട്യൂബ് വെൽക്കം ബാക്ക്. കുറേ നാളത്തെ ആഗ്രഹമാണ് റോഡ് റൈഡിങ്ങിൽ നിന്ന് മാറി കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ അതിനൊരു ഡിസിഷൻ എടുത്തു. ഇന്നത്തെ എപ്പിസോഡ് നമ്മളൊരു സ്പെഷ്യൽ വണ്ടി പിക്കപ്പ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഞാൻ പുതിയടുത്ത വണ്ടി. ഇത് യമഹയുടെ WR50 എന്ന് പറയുന്ന എൻഡ്യൂറോ ബൈക്കാണ്. അപ്പോൾ ഇത് ഒരു ഡേർട്ട് ബൈക്കാണ്, പക്ഷേ ഇത് ഡേർട്ടിൽ റേസിങ്ങിന് ഉപയോഗിക്കുന്നതല്ല, അതിന് എൻഡ്യൂറോ ബൈക്ക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എൻഡ്യൂറോ ബൈക്ക് നോർമലി ഉപയോഗിക്കുന്നത് ട്രെയിലിൽ ഓടിക്കാനും ഒരു ഹോബി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വലിയൊരു പ്രോപ്പർട്ടി ഉണ്ട് അവിടെ ഓടിക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ റേസിന് ഉപയോഗിക്കാറില്ല. അപ്പോൾ മെയിൻലി ഓഫ് റോഡ് ട്രിപ്സിനാണ് എൻഡ്യൂറോ ബൈക്സ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് 50 ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്. സോ എനിക്കിത് ഡേർട്ട് ട്രാക്ക് വേണമെങ്കിലും ഡേർട്ട് ട്രാക്കിലും കൊണ്ടുപോകാം. അപ്പോൾ ഈ വണ്ടി എടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡേർട്ട് ബൈക്ക് റൈഡിങ്ങിൽ കുറച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഡേർട്ട് ബൈക്ക് റൈഡിങ്ങിൽ ബൈക്ക് നമ്മുടെ അടിയിൽ മൂവ് ചെയ്യുന്നത് ഭയങ്കര കൂടുതലായിരിക്കും, ഫ്രണ്ട് എൻഡ് ഭയങ്കര ലൂസ് ആയിരിക്കും, അതുപോലെ റിയർ വീൽ സ്കിഡ് ചെയ്യുന്നതൊക്കെ ഡേർട്ടിൽ കൂടുതലാണ്. അപ്പം ആ ഒരു ട്രെയിനിങ് നമുക്ക് ഡേർട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റോഡ് റൈഡിങ്ങിലും അത് യൂസ്ഫുൾ ആണ്. അപ്പോൾ എനിക്ക് ഡേർട്ട് ബൈക്കിൽ ഇതിനു മുമ്പ് വേറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഞാൻ ആദ്യമായിട്ട് എടുത്ത ഡേർട്ട് ബൈക്കാണിത്. സോ ഇതൊരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 450cc 4-stroke എഞ്ചിനാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എൻഡ്യൂറോ ബൈക്ക് 2 സൈസിൽ വരുന്നുണ്ട്. ഒന്ന് 250 വരും, പിന്നെ 450 വരും. 450F എന്ന് പറയുന്നത് 4-stroke ആണ്. അപ്പോൾ അതുകൂടാതെ 2-stroke വേർഷൻസും വരുന്നുണ്ട്. നമ്മൾ ട്രെയിൽ റൈഡിങ്ങിന് പോകുന്ന നേരത്ത് ബൈക്ക് സ്റ്റോൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അന്നേരം നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതേസമയം 4-stroke ആണെങ്കിൽ അത് ഇലക്ട്രിക് സ്റ്റാർട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് കുറേ കൂടെ എളുപ്പമാണ്. അപ്പോൾ ബിഗിനർ റൈഡേഴ്സിന് കുറേ കൂടെ നല്ലത് 4-stroke ആണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 4-stroke എടുത്തത്. പിന്നെ ഇത് കൂടാതെ യമഹ ചെയ്യുന്ന വേറെ ഡേർട്ട് ബൈക്സ് ആണ് YZ മോഡൽസ് പറയുന്നത്. ഇപ്പോൾ YZ250യും YZ450 എന്ന് പറയുന്നത് ഡേർട്ട് ബൈക്ക് തന്നെയാണ്, പക്ഷേ അത് കുറേ കൂടെ റേസ് ഫോക്കസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഗിയറിങ്ങും എഞ്ചിൻ്റെ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് റേസ് ഫോക്കസ്ഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ എഞ്ചിൻ റീബിൽഡൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ എൻഡ്യൂറോ ബൈക്ക് ആണെങ്കിൽ മെയിൻ്റനൻസ് അത്രയില്ല. മെയിൻ്റനൻസ് നമ്മൾ ഓരോ റൈഡ് കഴിയുമ്പോഴും ജസ്റ്റ് എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യുക, അത് കഴിയുമ്പം ഓരോ സെക്കൻഡ് റൈഡിലും ഓയിൽ ഡ്രോപ്പ് ചെയ്ത് പുതിയ ഓയിൽ ഇടുക, അത്രേ ഉള്ളൂ. പക്ഷേ YZ മോഡലാണെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് റീബിൽഡൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡേർട്ട് ബൈക്കിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്തത്. ഒറ്റ നോട്ടത്തിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ ഡേർട്ട് ബൈക്കിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. ഇപ്പം എൻ്റെ R1-നേക്കാളും ആക്ച്വലി ഭയങ്കര പൊക്കം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഇതിൻ്റെ സസ്പെൻഷൻ കുറേ കൂടെ സോഫ്റ്റാണ്. ഇപ്പോൾ റോഡിൽ ഓടിക്കുന്നതിനേക്കാളും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഡേർട്ട് ബൈക്ക് ആയതുകൊണ്ട് ഇത് സ്പെസിഫിക്കലി ഡേർട്ടിന് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് വന്നത് ഡേർട്ട് ബൈക്ക് ടയേഴ്സ് ആയിട്ടാണ് വന്നത്. അപ്പോൾ നോർമലി ഇത് ആൾക്കാർ ഇത് ടയേഴ്സ് മാറ്റി റോഡ് ടയേഴ്സ് ഇട്ട് ഒരു സൂപ്പർ മോട്ടറായിട്ടും കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാനിത് ഡേർട്ടായിട്ട് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നീട് എനിക്ക് സൂപ്പർ മോട്ടർ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടയേഴ്സ് മാത്രം മാറ്റിയാൽ മതി. നോർമലി ഈ രജിസ്ട്രേഷൻ ഇല്ലാത്ത വണ്ടികളാണ് വരുന്നത്, പക്ഷേ ഇത് ഫുള്ളി രജിസ്റ്ററാണ്. അപ്പം ഇൻഡിക്കേറ്റേഴ്സും മിറേഴ്സും എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്കത് വേണമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം, പക്ഷേ ട്രാക്കിൽ മാത്രമേ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ല. എനിക്കിതെല്ലാം റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഡേർട്ട് ബാക്കായിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റും.
എൻ്റെ ഫസ്റ്റ് ഫീലിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ബോട്ടം ആൻഡ് പവർ നല്ലപോലെ ഉണ്ട് ഇതിന്. ആദ്യമായിട്ടാണ് ഞാൻ ഓഫ് റോഡ് ടയേഴ്സിൽ വണ്ടി ഓടിക്കുന്നത്. അപ്പം വണ്ടിയുടെ മൂവ്മെൻറ്റ് ഭയങ്കര കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് ഡർട്ട് ബൈക്കിന് അത് സാധാരണയാണെന്നാണ് തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല, വരുന്ന വഴി ഫ്യൂവൽ ഉടനെ തന്നെ ലൈറ്റ് കത്തി. അപ്പം എനിക്ക് ഫ്യൂവൽ റീഫിൽ ചെയ്യേണ്ടി വന്നു. കാരണം ഫ്യൂൽ ടാങ്ക് നമുക്ക് ആകെ 7 ലിറ്റർ കണ്ടേ ഉള്ളൂ. കാരണം ഡർട്ട് ബൈക്ക് റൈഡിന് പോകുന്നവരൊക്കെ ജസ്റ്റ് ഷോർട്ട് റൈഡിനല്ലേ പോകത്തുള്ളൂ, അവരൊരു ഫുൾ ഡേ ഒന്നും റൈഡിന് പോകത്തില്ല. എനിവേ ഫസ്റ്റ് ഫീലിങ്സ് നല്ല ഫീലിങ്സ് ആണ്. ഇത് വളരെ വെൽ മെയിൻറ്റൈൻ വണ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിവേ ഡേർട്ടിൽ പോയാലേ ഇതിൻ്റെ ഫുൾ എക്സ്പീരിയൻസ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ആക്ച്വലി കുറച്ച് എക്സ്ട്രാസ് ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി GYTRൻ്റെ എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. അതുകൂടാതെ ഫോൾഡബിൾ പെഗ്സ്, ഇപ്പം GYTRൻ്റെ തന്നെ ഫോൾഡബിൾ പെഗ്സ്. ഇപ്പോൾ ഡർട്ട് ബൈക്ക് റൈഡിങ്ങിന് മുമ്പ് മെയിനായിട്ട് ഡാമേജ് വരുന്നത് ഈ റിയർ ഡിസ്കിലാണ്. ഇപ്പോൾ ഡിസ്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി GYTRൻ്റെ ഒരു ഡിസ്ക് ഗാർഡുണ്ട്. പല സൈസ് സ്പ്രോക്കറ്റ്സും എല്ലാം സ്പെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ചെയിനിൽ GYTRൻ്റെ ഗാർഡുണ്ട്. പിന്നെ റേഡിയേറ്ററിനൊരു സ്പെഷ്യൽ ഗാർഡ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇപ്പോൾ GYTRൻ്റെ തന്നെ ഹാൻഡിൽ ബാർ പ്രൊട്ടക്ടേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ബാഷ് പ്ലേറ്റ്. ഇപ്പം നമ്മൾ ഡർട്ട് ബൈക്ക് റൈഡിങ്ങിന് പോകുമ്പം ഏതെങ്കിലും ഹാർഡായിട്ടുള്ള സർഫസിലൂടെ പോകുമ്പം വണ്ടിയുടെ എഞ്ചിന് ഇമ്പാക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബാഷ് പ്ലേറ്റ് ഉള്ളത്. അപ്പം മൊത്തത്തിൽ ഇതൊരു നല്ല ഡീലാണെന്ന് തോന്നുന്നു ഗൈസ്. എനിവേ ഞാൻ ഡർട്ട് ബൈക്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പോൾ എൻ്റെ ഡർട്ട് ബൈക്ക് എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഒരു റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് ലോക്ക്ഡൗൺ ഒക്കെ കഴിയുമ്പോൾ. അപ്പോൾ അന്നേരം ഞാൻ അത് വേറൊരു വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പം അതുവരെ ഗുഡ് ബൈ ഗൈസ്.